സ്വാശ്രയ കോളേജുകൾ വാണിജ്യ സ്ഥാപനങ്ങളായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്കാദമിക് നിലവാരത്തിൽ മുന്നിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും സ്കൂളുകളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനാണ് തിരുവനന്തപുരം മലയങ്കിഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച ഘടകങ്ങളെ മുഖ്യമന്ത്രി അക്കമിട്ടാണ് പ്രതിപാദിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്നത് ഒരു ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് എന്ന കണക്കുകൂട്ടലിലേക്ക് ആളുകൾ മാറി. അബ്കാരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ ലാഭം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു വിദ്യാലയത്തിൽ വേണ്ടത് അത് മാതൃകയാക്കണം. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. അധ്യാപകർക്കും കാലാനുസൃത പരിശീലനം കൊടുക്കുക എന്നതും പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IB സതീഷ് MLA, A സമ്പത്ത് MP, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉഷ ടൈറ്റസ്, DPI മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.